പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ സുപ്രധാനമായ ആ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ്. മുത്തിനെ കിട്ടണമെങ്കിൽ തന്നെ വിവാഹം കഴിക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഉമ ചെയ്യുന്നത്. മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇനി കൃഷ്ണയുടെ മുന്നിലില്ല. കൃഷ്ണയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. മറ്റൊന്നും വിചാരിക്കരുത്. കൃഷ്ണയെ എനിക്ക് അത്രയധികം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കൃഷ്ണയെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാകും എന്നുള്ള കാര്യം ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഉമ എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നത്. ഞാൻ ഒരു തവണ വിവാഹം കഴിച്ചതാണ്. മാത്രവുമല്ല, ഇനി ഡിവോഴ്സ് ചെയ്തതിന് ശേഷമേ മറ്റൊരു വിവാഹം തനിക്ക് കഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നീ മറന്നോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമല്ല. കൃഷ്ണ എൻ്റേത് മാത്രമാകണം. അതിനു വേണ്ടി മുത്തിനെ കൊല്ലേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും. എന്നെ വെറുതെ അങ്ങനെ ചെയ്യിപ്പിക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ തനിക്ക് ഇതേപറ്റിയൊന്ന് ആലോചിക്കാൻ കുറച്ച് സമയം വേണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കൃഷ്ണ. പക്ഷേ അതിനുള്ള സമയം നൽകാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് തുറന്ന് പറയുകയാണ് ഉമ ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കണം. ഇത് അത്രയും അർജന്റായ ഒരു കേസാണ്. മാറ്റം സംഭവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാൻ പറയുന്നതാണ് റൂൾ. ഇനി നിങ്ങൾക്ക് എന്നെ അനുസരിക്കാതെ മറ്റൊരു മാർഗവുമില്ല കൃഷ്ണ. ഞാൻ പറയുന്ന സ്ഥലത്ത് കൃത്യമായി എത്താമെന്ന് ഉറപ്പ് നൽകിയാൽ മാത്രമാണ് മുത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുകയുള്ളൂ. ഇത് അവസാന വാക്കാണ് ഉമയുടെ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ ശരി, എനിക്ക് മുത്തിൻ്റെ ജീവൻ തന്നെയാണ് വലുത്. നീ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എവിടേക്കാണ് വരേണ്ടത്? ഇതോടെ അമ്പലത്തിന്റെ നടയിൽ വെച്ച് വേണം എൻ്റെ കഴുത്തിൽ കൃഷ്ണ താലി ചാർത്താനെന്നും തൻ്റെ കയ്യിൽ കരുതിയിരുന്ന താലിയെടുത്ത് കൃഷ്ണയുടെ മുന്നിലേക്ക് കാണിക്കുന്ന ഉമ ഈ താലി വേണം എനിക്ക് ചാർത്തി തരാനെന്ന് പറയുകയും ചെയ്യുന്നു. അത് അന്ന് കൃഷ്ണയുടെ മുൻപിലേക്ക് കാവ്യ വലിച്ചെറിഞ്ഞ താലിയായിരുന്നു. ഇത് കണ്ട് ആകെ ഞെട്ടിപ്പോവുകയാണ് കൃഷ്ണ. കൃഷ്ണയ്ക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും അതിബുദ്ധി കാണിക്കുകയാണ് എങ്കിൽ മകൾ മരിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നും ഇത് എൻ്റെ ജീവൻ മരണ പോരാട്ടമാണ്. എനിക്ക് ജയിച്ചേ പറ്റൂ. അതിനുവേണ്ടി ഏതറ്റം വരെയും ഞാൻ പോകും. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കാര്യങ്ങൾ ചെയ്തു തീർക്കും. ഇതെൻ്റെ വാശിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാളെ തന്നെ അമ്പലത്തിലേക്ക് എത്തണമെന്നും അവിടെ വെച്ച് താലി കെട്ടണമെന്നും ആവശ്യപ്പെടുന്ന ഉമ ഇതേ തുടർന്ന് അവിടെ നിന്ന് പോകുന്നു. തിരികെ വീട്ടിലെത്തുന്ന കൃഷ്ണയോട് എവിടെയാണ് തൻ്റെ മകൾ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് കരയുകയാണ് കാവ്യ. കാവ്യയോട് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല എന്ന് സമ്മതിക്കുന്ന കൃഷ്ണ, പക്ഷേ എന്നെ വിശ്വസിച്ച് നീ കൂടെ നിൽക്കണം. യാതൊരു പ്രശ്നവും കൂടാതെ മുത്തിനെ ഞാൻ നിന്റെ മുന്നിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. എന്നെ നിനക്ക് വിശ്വസിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് കാവ്യയെ ഞെട്ടിച്ചുകൊണ്ട് ഉമ്മയുടെ ഫോൺ കോൾ വരുന്നത്. കൃഷ്ണ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുന്ന ഉമ സത്യങ്ങളൊന്നും നിന്നെ അറിയിച്ചു കാണാൻ സാധ്യതയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ എന്താണ് നിനക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുന്ന കാവ്യയോട് നാളെ എൻ്റെ വിവാഹമാണ്. കൃത്യസമയത്ത് അമ്പലത്തിലെത്തണം. 10:30-ക്കുള്ളിലാണ് കാര്യങ്ങൾ. നീ എത്തണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഈ കാര്യത്തിൽ നീ മുടക്കം കാണിക്കരുത് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ഉമ. ഇതോടെ കാവ്യ എന്തായാലും പോയി നോക്കാം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ്.
ഇതേ സമയം കൃഷ്ണയുടെ മുഖത്തെ ഭാവമാറ്റങ്ങൾ കാണുന്ന മണിക്കുട്ടി എന്താണ് അച്ഛാ കാര്യമെന്ന് ചോദിച്ചുകൊണ്ട് മുന്നിലേക്ക് എത്തുന്നു. അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എന്നോട് പറയില്ലേ അച്ഛാ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഉമ നമ്മളെ ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് കൃഷ്ണ. അവൾ പഠിച്ച കള്ളിയാണ്. മാത്രവുമല്ല കൃത്യമായ പ്ലാനിങ്ങുമായിട്ടാണ് അവൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ മുത്ത് അവളുടെ കയ്യിലാണ് ഉള്ളത്. മുത്തിന്റെ ജീവൻ വെച്ചാണ് അവൾ ഇപ്പോൾ കളിക്കുന്നത് എന്നും എന്നോട് നാളെ താലി കെട്ടുന്നതിനായി വരണമെന്ന് അവൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ മണിക്കുട്ടി ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. മുത്തിനെ എങ്ങനെയാണ് രക്ഷിക്കുക എന്ന് ഇനി അറിയാമോ എന്നും ചോദിച്ചതിനെ തുടർന്ന് ഞാൻ അവളെ താലി കെട്ടിയാൽ മുത്ത് സുരക്ഷിതയായി തിരിച്ചെത്തും. പക്ഷേ അങ്ങനെ ചെയ്തില്ല എങ്കിൽ അവർ മുത്തിനെ കൊല്ലും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ ഇത് കേൾക്കുന്ന മണിക്കുട്ടി ഈ ചതിയിൽ നിന്ന് അച്ഛനെ രക്ഷിക്കണമെങ്കിൽ ഞാൻ കൂടി ഇറങ്ങി മുന്നോട്ട് പോകണം എന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതോടെ കൃഷ്ണയോട് നാളെ ധൈര്യമായി അമ്പലത്തിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്ന മണിക്കുട്ടി ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. ഇതേ സമയം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. ജയ്മോഹിനിക്കും ഭരത്തിനും. എങ്ങനെയാണ് കാവ്യയെ സമാധാനിപ്പിക്കുക എന്നറിയാതെ അവർ ആകെ പകച്ചു പോവുകയും കാവ്യയെ സഹായിക്കുന്നതിനായി എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ ഈ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് അവർ പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. പക്ഷേ പിറ്റേന്ന് ഉമ്മ പറഞ്ഞ സമയത്ത് തന്നെ അമ്പലത്തിന് മുന്നിലേക്ക് എത്തിച്ചേരുകയാണ് കൃഷ്ണ. താലി കെട്ടാൻ സമയമായി കൃഷ്ണ എന്ന് ഉമ്മ പറഞ്ഞതിനെ തുടർന്ന് എൻ്റെ മകൾ എവിടെ? അവളെ കാണാതെ എനിക്ക് താലി കെട്ടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മുത്ത് സുരക്ഷിതയാണ് എന്ന് ഉറപ്പുവരുത്തണം. ഇത് കേൾക്കുന്ന ഉമ മുത്ത് സുരക്ഷിത തന്നെ ആയിരിക്കുമെന്നും എൻ്റെ കഴുത്തിൽ താലി ചാർത്തിയാൽ ആ സെക്കൻഡിൽ അവളെ വിടാനുള്ള നിർദ്ദേശം ഞാൻ നൽകും എന്ന് അറിയിച്ചിരിക്കുകയാണ് കൃഷ്ണ. ഇതോടെ താലി കെട്ടുന്നതിനായി താലി എടുത്തുകൊണ്ട് മുന്നിലേക്ക് കൃഷ്ണ വരുമ്പോഴാണ് അവിടേക്ക് കാവ്യ കയറി വരുന്നത്. അപ്രതീക്ഷിതമായ ഈ കാഴ്ച കണ്ട് കാവ്യ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇതോടെ കാവ്യയെ കാണുന്ന കൃഷ്ണ തൻ്റെ മുന്നിൽ മറ്റു വഴികളൊന്നും തന്നെ മുത്തിനെ രക്ഷിക്കാൻ ഇല്ല എന്ന് തുറന്നു പറയുന്നു. ഇതിനിടയിൽ ഉമ്മ പറയുകയാണ്, അങ്ങനെ നിന്റെ മുന്നിൽ വെച്ച് എൻ്റെ കഴുത്തിൽ താലി ചാർത്താൻ പോവുകയാണ് കൃഷ്ണ. മാത്രവുമല്ല കൃഷ്ണ ഇനി എന്നും എൻ്റേത് മാത്രമായിരിക്കും, മറ്റാർക്കും അവകാശപ്പെടാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ താലികെട്ട് എന്നുള്ള നിർദ്ദേശം ഉമ നൽകുന്നു. മുത്തിനെ രക്ഷിക്കാൻ മറ്റു മാർഗമില്ലാതെ താലി കെട്ടുന്നതിനായി മുന്നോട്ട് പോകുമ്പോഴാണ് അച്ഛ നിർത്ത് എന്ന് വിളിച്ചുകൊണ്ട് മണിക്കുട്ടി അവിടേക്ക് കടന്നു വരുന്നത്. ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോവുകയാണ് ഉമ. മണിക്കുട്ടി മുത്തിനെയും രക്ഷപ്പെടുത്തിക്കൊണ്ടാണ് അവിടേക്ക് കുതിച്ചെത്തുന്നത്. അപ്രതീക്ഷിതമായ ഈ കാഴ്ച എല്ലാ പദ്ധതികളും തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഉമയുടെ. ഇതോടെ ഉമയുടെ അടിക്കുന്ന കൃഷ്ണ ഇങ്ങനെയൊരു ചതിക്ക് ഇത് തന്നെയാണ് പ്രതികാരമെന്ന് പറയുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.